വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു നാടൻ ബീഫ് കറി ആയിട്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബീഫ് നമുക്ക് 1/2 കിലോക്കാട്ട് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമില്ലാതെ കഴുകി വെക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു സവോല നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് എടുക്കുക. പിന്നെ 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും, ഒരു 4 വെളുത്തുള്ളിയും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണയും ഉപ്പും ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. വെളിച്ചെണ്ണ ഇവിടെ തണുപ്പിട്ടോ ഭയങ്കര കട്ടിയായിട്ടായിരിക്കണേ. ഇതെല്ലാം എടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഉപ്പിടാൻ മറന്നു, കുറച്ച് ഉപ്പിട്ട് എടുക്കുക. ഉപ്പിട്ട് എടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം കയ്യിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റോ അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുത്താൽ ഉപ്പ് അരുവൊക്കെ പിടിച്ച് നല്ല പാകമായിട്ട് കിട്ടും കേട്ടോ. ഞാനൊരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടേ, റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 20 മിനിറ്റ് ശേഷം ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കുക. ഞാനിവിടെ ഒരു 4 വിസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ചേർത്തെടുത്ത ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 വിസിൽ വരണം കേട്ടോ. 4 വിസിൽ വർക്ക്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ വരുമ്പോഴത്തേക്കും കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം വിസിലൊക്കെ പോയ ശേഷം മാത്രം ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. 4 വിസിലായ ശേഷം ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എയറൊക്കെ പോയ ശേഷം തുറന്നിട്ടുണ്ട് കേട്ടോ. ബീഫ് വെന്തെന്ന് നോക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക.
വാടി വരണം കേട്ടോ. ചെറിയ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദല്ലേ. സിമ്പിൾ കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അരപ്പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് വേണ്ടത് നാളികേര കൊത്ത് കേട്ടോ. എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. ഇതെല്ലാം മിക്സ് ചെയ്യുന്നത് നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് സാധാരണ മുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ വരെക്കും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുക്കുക. ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കണമെന്നില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് ഒന്ന് കുക്കായിട്ട് വരണം കേട്ടോ. രണ്ട് മിനിറ്റ് മതി കേട്ടോ, കൂടുതൽ ആവശ്യമൊന്നും ഉണ്ടാവില്ല. കണ്ട ഇങ്ങനെ വേണേ. ആ വെള്ളമൊക്കെ ഒറ്റിട്ട് വരും കേട്ടോ. എരിവെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് എടുക്കുക. ഇത് നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടില്ലേ ബീഫ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടെടുക്കാം. കറിയായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ.